ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രിയ ദൈവമക്കൾക്കെല്ലാം എൻ്റെ സ്നേഹമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദശാംശത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്തെങ്കിലും പുതുമ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തോന്നാം. എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുക മാത്രം ചെയ്യുക. ദൈവം നിങ്ങളോട് സംസാരിക്കും. കാരണം ദൈവം എന്നോട് തന്ന ഒരു കാര്യമാണ് ഈ ദശാംശത്തെക്കുറിച്ച്. പലപ്പോഴും ഞാനും ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. അങ്ങനെ ദൈവം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദശാംശം എന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ സഭകളിൽ കടന്നു പോകുമ്പോൾ ദശാംശം കൊടുക്കണം, ദശാംശം കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപ വെച്ച് നമ്മൾ ദശാംശം കൊടുക്കണം. ദശാംശം കൊടുത്തതിന് ദൈവം നമ്മളോട് കോപിക്കും. ദശാംശം ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആ ദശാംശം നമ്മൾ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ദൈവം നമ്മളോട് കോപിക്കും. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല, നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല, നമ്മൾ രോഗികളായി തീരും, ആ പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാനും പണ്ടൊക്കെ കറക്റ്റായിട്ട് ഞാൻ ദശാംശം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും മാറിയിട്ടുണ്ടായില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദശാംശം കൊടുക്കുന്ന കൃത്യമായി ദശാംശം കൊടുത്തിട്ട് ഒരു കടബാധ്യതയും ഇല്ലാതെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവമക്കൾ ദൈവദാസന്മാരുടെ ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം, ശരിയാണ്, ഞങ്ങൾ ദശാംശം കൊടുത്തത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു, ദശാംശം കൊടുത്തത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര അഭിവൃദ്ധി പ്രാപിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ കർത്താവിൻ്റെ വചനം, ദൈവം പറയുന്നു, ദശാംശത്തായാലും വഴിപാട് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയാണ്, അല്ല ഞാൻ പറയുന്നില്ല. വഴിപാട് നമ്മൾ സ്വമേധ ദാനങ്ങൾ, നമ്മൾ നേരുന്ന കാര്യങ്ങളോ, അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ സഭയ്ക്ക് ഒരു കാര്യം വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സഭയിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാമെന്ന് ദൈവത്തിന് നമ്മൾ തീരുമാനം എടുത്താൽ അത് നമ്മൾ നിശ്ചയമായിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരരുത് എന്ന കർത്താവിന് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദശാംശം എന്ന് പറയുന്നത്, ദൈവം എന്താണ് ദശാംശം ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. പക്ഷേ ദശാംശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടില്ല ഇത്ര ദശാംശം കൊടുക്കണം, വേദപുസ്തകം ദശാംശം ഇത്ര ശതമാനം കൊടുക്കണം, അല്ലെങ്കിൽ രൂപയാണ്, പൈസയാണ്, കാശാണെന്നും വേദപുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദശാംശം പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ പുരോഹിതന്മാർ പുറത്തിറങ്ങാറില്ല. അവർ 24 hours ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ നിന്നിട്ടും ദൈവത്തോട് നിലവിളിച്ചും അന്ന് നമുക്ക് പ്രാകാരങ്ങൾ പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അവരുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ യാഗം കഴിച്ചിട്ട് യാഗമൃഗത്തെ ആണ് അവർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ കാശ് കൊണ്ട് കൊടുത്തോ പൈസ കൊണ്ട് കൊടുത്തോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലായപ്പോൾ ആ യാഗമല്ല ദൈവം നമ്മുടെ സ്തോത്രം എന്ന യാഗം ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്ത് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ കാലത്ത് ദൈവം തൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപത്തെ ക്ഷമിച്ചു ദൈവം നമ്മളെ വീണ്ടും കൈക്കൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പുതിയ നിയമകാലത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പഴയ നിയമകാലത്തിൽ യാഗം കഴിച്ചിരുന്നു, പുതിയ നിയമകാലത്ത് യാഗം എന്ന സ്തോത്രം എന്ന യാഗം കഴിച്ചു നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. പക്ഷേ ദശാംശം എന്ന് പറയുന്നത് കർത്താവ് ചോദിക്കുന്നു, ദൈവം തന്നെ പറയുന്നു. നമുക്കറിയാം 50-ാം സങ്കീർത്തനത്തിനൊക്കെ പറയുന്നു, ഞാൻ സകലത്തിനെ ഉണ്ടാക്കി, ഭൂമിയിലെ ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചതും ഭൂമിയിൽ സകലത്തെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ദൈവം ഉണ്ടാക്കിയതാണ് സകലത്തെ. ഏതേൻ തോട്ടത്തിൽ നമുക്ക് സകലത ഉണ്ടാക്കിയിട്ട് ഇതിനെ നിങ്ങൾ ഭരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദാമിനെ ഏൽപ്പിച്ചതാണ് ദൈവം. അപ്പോൾ സകലത്തെ ഉണ്ടാക്കിയതിന് മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചതാണ് ഇതൊക്കെയും. ആ സൃഷ്ടികർത്താവിന് നമ്മുടെ പൈസ എന്തിനാണ്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരിക്കലും നമ്മുടെ സാമ്പത്തികത്തെ ദൈവമാണ് നമുക്ക് സാമ്പത്തികം തരുന്നത്. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവമാണ് നമുക്ക് സമ്പത്ത് തരുന്നത്. ആ തരുന്ന സമ്പത്തിന് ദൈവം നമ്മളോട് ചോദിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരപ്പൻ നമ്മളോട് 100 രൂപ നമുക്ക് പ്രസൻ്റായിട്ട് തന്നു, ഇന്ന് മോളെ വെച്ചുതരാം, പക്ഷെ നീ അതിൽ നിന്ന് എനിക്ക് 10 രൂപ തരണം എന്ന് അപ്പൻ ചോദിക്കുമോ? 100 തന്ന അപ്പൻ അതിൽ നിന്ന് നീ എനിക്ക് 10 രൂപ എന്ന് അപ്പൻ ചോദിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് 100 രൂപ തന്നാൽ അപ്പൻ നമുക്ക് 100 തന്നു, അതിൽ നിന്ന് അപ്പൻ ചോദിക്കണം. കാരണം അപ്പനാണ് നമുക്ക് തന്നത്. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ മക്കൾക്ക് കൊടുത്തതിന് തിരിച്ച് ചോദിക്കുന്നത് അപ്പനാണോ? അങ്ങനെ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് തരുന്ന അനുഗ്രഹത്തെ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന നന്മയിൽ നിന്നും എനിക്കൊരു പങ്ക് തരണം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം, ഞാൻ സകലത്തെ സൃഷ്ടിച്ചു, ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തിരിച്ചു ചോദിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം.
അപ്പോൾ ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നത്. ദൈവമാണ് നമുക്ക് സമ്പത്ത് തരുന്നത്, നമുക്ക് സകലതും തരുന്നത്. പിന്നെ നമുക്ക് തരുന്ന സമ്പത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കിപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ളത്, ഇപ്പം ഞാൻ സഭയിൽ പൈസ സഭയ്ക്ക് കൊടുക്കലെന്നോ ദേവദാസന്മാർക്ക് കൊടുക്കലെന്നോ ഒന്നുമല്ല പറയാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, കാശ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, എത്ര വേണോ കൊടുക്കാം, ലക്ഷങ്ങൾ കൊടുക്കുക, ഒക്കെ കൊണ്ട് അവരെ സഹായിക്കാം. പക്ഷേ നമ്മൾ അല്ലാതെ നമ്മൾ കാണിക്കയിടും, നമുക്ക് ഇഷ്ടമുള്ള കാണിക്കയിടും. 1000 ഇടാം, 10,000 ഇടാം, 500 ഇടാം, 100 ഇടാം, 50 ഇടാം, 10 രൂപയും ഇടാം. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് നമ്മൾ ഉള്ളതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ ഒരു നിശ്ചിത വരുമാനം എല്ലാ മാസവും നമുക്ക് കിട്ടുന്നതിന് നിശ്ചിത വരുമാനം കൊടുക്കുക എന്ന് ഒരിക്കലും ദൈവം പറഞ്ഞില്ല. ദൈവത്തിന് കാശ് വേണ്ട, സഭയ്ക്ക് കാശ് വേണം, ദൈവദാസന്മാർക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഉറപ്പുള്ള കാര്യം. അല്ലാതെ ഒരിക്കലും നിങ്ങളോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഞാൻ ഇതൊക്കെ നിനക്ക് ചെയ്തിട്ടും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ച ദൈവം, കർത്താവ് എന്നോട് ചോദിച്ചു, നീ എനിക്ക് എപ്പോൾ തന്നു, നീ എനിക്കാണോ തന്നതെന്നാണ് കർത്താവ് ചോദിച്ചത്. അന്ന് എൻ്റെ കണ്ണുകൾ കർത്താവ് തുറപ്പിച്ചത്. നീ എനിക്ക് തന്നോ? എനിക്കല്ല തന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിനാണ് കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ സമയവും നമ്മളെ കൊടുക്കേണ്ടത്. 2.5 മണിക്കൂർ, ഒരു ദിവസത്തിൻ്റെ 2.5 മണിക്കൂറാണ് ദൈവം ആഗ്രഹിക്കുന്ന ദശാംശം. ദൈവം ചോദിക്കുന്ന ദശാംശം നമ്മുടെ സമയം, നമ്മുടെ അപ്പനുമായിട്ട് എത്ര മണിക്കൂർ ഇരിക്കും. ആ അപ്പൻ അതാ ചോദിക്കുന്നത്. 2.5 മണിക്കൂർ സമയത്തെ ആ ദൈവം ചോദിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ലാതെ ദൈവം സമ്പത്തല്ല ചോദിക്കുന്നത്, ദൈവം നമ്മളെയാ ചോദിക്കുന്നത്, നമ്മുടെ മനസ്സാ ചോദിക്കുന്നത്, നമ്മളെയാ ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നത് നിങ്ങളെവിടെ? ആദാമും ഹവ്വയും, ആദാമേ നീ എവിടെയെന്നാണ് ചോദിച്ചത്. നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നമ്മൾ മറ്റ് ലോകകാര്യങ്ങൾക്കെല്ലാം പോയിട്ട് കൃത്യമായി ഞാൻ ദശാംശം കൊടുത്തു, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കൃത്യമായി ദശാംശം കൊടുക്കുന്നുണ്ട്. എന്താ ദശാംശം കൊടുത്തത്? മനുഷ്യന് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ദശാംശം ചർച്ചുകൾ എന്ത് ചെയ്യുന്നു? അവർ സ്കൂളുകൾ തുടങ്ങുന്നു, സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു, മറ്റുള്ള കാര്യാദികൾ ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഇതിൽ എപ്പോഴാണ് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ കൊടുത്തത് ദൈവത്തിനാണോ കിട്ടിയത്? ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലുമല്ല. പല സഭകളുടെ കീഴിലും ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവർ പല കാര്യങ്ങൾക്കായി പൈസ ചിലവാക്കുന്നു. അല്ലാതെ ദൈവത്തിന് കൊടുത്തു, ദൈവത്തിനാണ് ഈ ദശാംശം കൊടുക്കുന്നത്, ദൈവത്തിനാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് എന്ത് കൊടുത്തെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് എപ്പോൾ കൊടുത്തു, എങ്ങനെ കൊടുത്തു? ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും അറിയാം, പല സഭകളും ഒത്തിരി കാശുണ്ട്. ഇന്ന സഭയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അത് പറഞ്ഞിട്ട് ആരും ബഹളം ഉണ്ടാക്കണ്ട, മെസ്സേജ് അയക്കണ്ട. കാരണം പല സഭകളും ഇഷ്ടം പോലെ കാശുണ്ട്. പല സഭകൾ നമുക്കറിയാം, പല സഭകളിലും. പക്ഷേ ആ സഭയിലൊരു വ്യക്തി കഷ്ടത അനുഭവിച്ചാൽ അല്ലെങ്കിൽ രോഗിയായിട്ട് തീർന്നാൽ അവർക്ക് ഇവരെന്ത് സഹായമാണ് ചെയ്യുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഒരു സഹായവും ചെയ്യുന്നില്ല. അതിൻ്റെ കീഴിൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നു. ഈ ദശാംശങ്ങളും പാവപ്പെട്ടവൻ്റെ കാശും എടുത്തിട്ട് ദശാംശങ്ങൾ എടുത്തിട്ട് സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ ചെയ്യുന്നു. ഈ കോളേജിൽ, ഈ സ്കൂളിലും പാവപ്പെട്ട, ഈ സഭയിലുള്ള തന്നെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ചെന്നാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കുമോ? അവർ ചോദിക്കുന്ന ഡൊണേഷൻ കൊടുക്കാതെ ഒരിക്കലുമില്ല. ഹല്ലേലൂയ. ഇതാണ് മാറേണ്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മൾ കൊടുക്കുന്ന ദശാംശങ്ങൾ പല രീതിയിലാണ് ചിലവായി പോകുന്നത്. ദൈവത്തിന് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് എന്താണ് കൊടുത്തത്? നമ്മൾ പറയുന്നത് ദൈവം ഞാൻ ദശാംശം കൊടുത്തില്ലേ, എന്നിട്ട് എൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. നമ്മൾ ആർക്കാ കൊടുത്തത്? കർത്താവ് എൻ്റെ അടുത്ത് നീ ആർക്ക് കൊടുത്തു? നീ എനിക്ക് എന്ത് ദശാംശം തന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു 10,000 രൂപ ശമ്പളം കിട്ടി, എനിക്കൊരു 10,000 ആവശ്യമാണ്, എനിക്ക് 10,000 രൂപ കടം തീർക്കാനുണ്ട്. ആ ശമ്പളം വാങ്ങിച്ച് ഞാൻ പറയുന്നു എനിക്ക് ലോൺ അടയ്ക്കും. ഇന്നത്തെ കാലത്ത് നമുക്കൊരു ലോൺ അടയ്ക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം ചെയ്യണം. ഒടുവിൽ കാശൊന്നും കാണത്തില്ല. ഈ 20,000 ശമ്പളം വാങ്ങിക്കുന്നതിന് 25,000 രൂപ ചിലവുണ്ട്. അപ്പോൾ ഈ 20,000 ശമ്പളം വാങ്ങിക്കുന്നവർ 2,000 രൂപ ഒരു മാസം മാറ്റി ദശാംശത്തിന് കൊടുത്ത് ആ 2,000 രൂപ അവൻ കടക്കാരനാകാം. വേറെ ആരെങ്കിലും മറിച്ച് ഈ 2,000 വയ്ക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു നീ കടക്കാരനാവാൻ? ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം നിൻ്റെ സ്വമേധയാ ദാനങ്ങൾ, നിൻ്റെ ചിലവ് പോയി എല്ലാ കാര്യാദികളും കഴിഞ്ഞിട്ട് നിൻ്റെ കയ്യിൽ സ്വരൂപിക്കുന്ന പൈസയിൽ നിന്ന് നിനക്കൊരു തുക
ദൈവനാമത്തിൽ ചിലവാക്കാം. ദശാംശം എന്ന് പറയുന്നത് ദൈവം ചോദിക്കുന്ന ദശാംശം നമ്മുടെ 2.5 മണിക്കൂർ സമയം. ഈ 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഒരു ദിവസം കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധി വന്നാലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും, നിശ്ചയമായി പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇതുകൊണ്ട് ഞാൻ പറയുന്നതായിട്ട് പാസ്റ്റർമാർക്ക് പൈസ കൊടുക്കലെന്നോ അല്ലെങ്കിൽ സഭയിൽ പൈസ ഇടുന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾക്ക് കടഭാരങ്ങളും മറ്റൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എത്ര രൂപ വേണോ സഭയിൽ കൊടുക്കാം, ദൈവത്തിന് കൊടുക്കാം, ദേവദാസന്മാർക്ക് കൊടുക്കാം, അവർക്ക് ആവശ്യമായി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ 2.5 മണിക്കൂർ സമയമാണ് കർത്താവ് ചോദിക്കുന്ന ദശാംശം. മനുഷ്യൻ നമ്മുടെ കാശ് ചോദിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ദശാംശം 2.5 മണിക്കൂർ സമയം. ഈ 2.5 മണിക്കൂർ സമയം നീ കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ആ ദശാംശത്തെ ദൈവം മാനിച്ച്, നിന്നെയും മാനിച്ച്, തലമുറകളെ മാനിച്ച്, സകലത്തെയും മാനിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ കാശ് കൊണ്ട്, ദശാംശം എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊണ്ട് സഭയിൽ കൊടുത്തു, ദേവദാസന്മാർക്ക് കൊടുത്തിട്ട് നിൻ്റെ പ്രാർത്ഥനാ സമയം മൊത്തം നീ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിന്നെ ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരിക്കലും ആരുടെയും പൈസ വേണ്ട. ഈ പറഞ്ഞ എൻ്റെ പൈസയോ നിങ്ങളുടെ കാശോ വേണ്ട. ദൈവത്തിന് ആവശ്യം നമ്മുടെ സമയത്തെയും നമ്മൾ എത്രത്തോളം ദൈവത്തിന് സമയം കഴിക്കുമോ അത്രത്തോളം കർത്താവ് നമ്മളെ മാനിക്കും. ഇതാണ് പ്രിയ ദൈവമക്കളെ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട ദശാംശം. അല്ലാതെ അപ്പം നമുക്ക് പൈസ എന്നിട്ട് എൻ്റെ പൈസ തിരിച്ചു താ, ഞാൻ തന്നില്ലേ, നീ തിരിച്ചു താന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരു അപ്പനെ അല്ല നമ്മൾ വിളിക്കുന്നത്. സർവശക്തനായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടികർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ സൃഷ്ടികർത്താവിന് നമുക്ക് തരുന്ന ഇതിന് നിന്ന് അപ്പച്ചൻ നമ്മളടുത്ത് ഒരിക്കലും ചോദിക്കില്ല, എനിക്ക് താ പൈസ, എനിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ദശാംശം മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യനാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ ദൈവം ഇത്ര കൊടുത്താലും ഞാൻ നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ, ഇത്ര തന്നാലും എനിക്ക് എത്തും. നമുക്കറിയാലോ ഈ പൈസ നമ്മൾ കൊടുക്കുന്ന ദശാംശം വലിയ സഭയിൽ നമുക്കറിയാം. അവർ ചിലപ്പോഴൊക്കെ പറയും ചെറിയ നോട്ട് അല്ലെങ്കിൽ 10 രൂപ കൊണ്ടിട്ട് ഇത് മുഷിഞ്ഞ നോട്ടാണ്. നമുക്ക് ഇതിലൊക്കെ വന്നിട്ടുള്ള യൂട്യൂബിലൊക്കെ വന്നിട്ട് മുഷിഞ്ഞ നോട്ട് മിഷ്യൻ വെച്ച് എണ്ണുന്നു, കാശ് എണ്ണുന്നു. കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾക്ക് 100 രൂപ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് കൊച്ചുമക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടെന്ന്. കാരണം അവർക്കതിന് വിലയില്ല. കാരണം പാവപ്പെട്ട ദൈവമക്കൾ കൊണ്ടിട്ടും ദശാംശം എന്നും പറഞ്ഞിട്ട് ദശാംശം ചതിച്ച് ദൈവം ശപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ടവരെ പിടിച്ചു വാങ്ങാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും അതിനല്ല നമ്മൾ ചെയ്യണം. നിങ്ങൾ ബോധത്തോടെ ഇരിക്കും. ഇനിയെങ്കിലും നമുക്ക് ബോധം വേണം. പല കാര്യങ്ങളും നമ്മൾ തെറ്റായി പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറഞ്ഞ് നമ്മൾ തെറ്റായ രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ദൈവമക്കൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കാശ് കൊടുക്കരുതെന്ന് ദേവദാസന്മാരെ മാനിക്കരുതെന്ന് ദേവദാസന്മാരെ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ ദശാംശം എന്ന് പറഞ്ഞ് നിനക്ക് കിട്ടുന്ന പൈസയൊന്നും മൊത്തം നീ കൊടുത്തിട്ട് നീ കടക്കാരനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാനല്ല എൻ്റെ അപ്പച്ചൻ വിചാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് പ്രയോജനമാവാനായിട്ട് നിൻ്റെ ദശാംശം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ സമയം എൻ്റെ അപ്പച്ചൻ്റെ മുന്നിൽ നിശ്ചയമായി നിന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം 12 ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളെ അഹോവൃത്തി ചെയ്തുകൊള്ളുന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസന്മാർക്കും അധ്വാനിക്കാം, യാതൊരു കുഴപ്പവുമില്ല. അവർക്കും ജോലി ചെയ്ത് ദൈവം എന്ന് പറഞ്ഞ് വേല ചെയ്ത് ദൈവത്തിൻ്റെ വേല മാത്രമല്ല, അവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. അല്ലാതെ അവരുടെ അടുത്ത് മാത്രം പറയുന്നില്ല നീ പുരോഹിതൻ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യുക. പണ്ടാണ് പുരോഹിതൻ 24 മണിക്കൂറും വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസേന നിന്ന് ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വെച്ച് ഇന്ന് ഏത് ദേവദാസന്മാരാണ് പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വയ്ക്കുന്നത്, കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വയ്ക്കുന്നത്? പാപത്തിൽ സഭയിൽ എത്രത്തോളം പാപം ചെയ്ത് ജനം ഇരിക്കുന്നു, അവർക്ക് വേണ്ടി എന്തോന്നാണ് ഇവർ ചെയ്യുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഇവർ മധ്യസ്ഥ വഹിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വയ്ക്കുക, കഷ്ടത്തിനും ഭാരത്തിനും കിടക്കുന്ന ജനമുണ്ട് ഇന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവർക്കും ദേവദാസന്മാരെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് അധ്വാനിച്ച് ജീവിച്ചുകൂടാ, ഞങ്ങൾ വീട്ടിലിരിക്കും, ഞങ്ങൾ ദൈവവേല ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനല്ല, അധ്വാനിച്ച് ജീവിക്കുക, അധ്വാനിച്ച് വിയർപ്പിൻ്റെ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾ കൊണ്ടുകൊടുക്കുന്ന പൈസ മേടിച്ച് പാവപ്പെട്ട പല രീതിയിലും ബ്യൂട്ടി പാർലറിൽ പോകാനും ഭാര്യമാർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനും അല്ലെങ്കിൽ അനാവശ്യമായി ചിലവാക്കാനും ഒന്നുമല്ല ഇത്. ഹല്ലേലൂയ, സ്തോത്രം. അവരെ മക്കൾക്ക് അനാവശ്യമായി ചിലവാക്കാനും ലോകത്തെ
ലോകത്തിലെ സുഖങ്ങളിൽ നടക്കാനല്ല. ഹല്ലേലൂയ സ്തോത്രം. ദശാംശം എന്ന് പറയുന്നത് നിൻ്റെ 2.5 മണിക്കൂർ സമയം നീ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നിശ്ചയമായിട്ട് നീ നിൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. പ്രിയ സഹോദരങ്ങൾ, ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, വചനത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവപ്രവൃത്തി നിശ്ചയമായിട്ടുണ്ട്. ദൈവത്തിന് നമ്മുടെ കാശ് ആവശ്യമില്ല, പണം ആവശ്യമില്ല, ഒന്നുമേ ആവശ്യമില്ല. ദൈവത്തിൻ്റെ സഭ വളർത്താൻ ദൈവത്തിനറിയാം. അതിന് വഴികൾ ദൈവം ഒരുക്കി കൊടുക്കും. അതിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തിരിക്കും. ഇന്ന് നമുക്കറിയാം, പല ദേവദാസന്മാരും ഞങ്ങൾ ഒന്നുമില്ലാതെ കിടന്നു. ഇന്ന് ഞങ്ങൾക്ക് സ്കൂളുണ്ട്, കോളേജുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കോളേജുണ്ട്, ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, ഞങ്ങളുടെ മക്കളെല്ലാം അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണ് ഇരിക്കുന്നതെന്നൊക്കെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം, ഇവരൊന്നുമില്ലാതെ വരുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് സഭയൊക്കെ തുടങ്ങി, പിന്നെ ദശാംശങ്ങൾ കിട്ടി തുടങ്ങി. പിന്നെ അത് കഴിയുമ്പോൾ ഓരോ മേഖലകളിൽ എന്ത് ചെയ്യും, ഇവർ സ്കൂൾ തുടങ്ങും, ചെറിയ സ്കൂൾ തുടങ്ങും, വലിയ സ്കൂൾ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈബിൾ ക്ലാസ് തുടങ്ങി, അതിന് വേറൊരു സഭ തുടങ്ങി. പിന്നെ അതിൻ്റെ ഒക്കെ 10 സഭയായി, 15 സഭ. ഇതിൽ നിന്ന് വരുന്ന വരുമാനം മൊത്തം എന്ത് ചെയ്യും, ഇവരുടെ ഫണ്ടിൽ തന്നെ പോകും. ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ അവരെന്ത് ചെയ്യും, സമ്പന്നരായിട്ട് തീരുന്നു. അവർ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഇതിൽ ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തികൾ പഠിക്കാനും, മറ്റുള്ള പാവപ്പെട്ട ദേവദാസന്മാരെ ഹെൽപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ മറ്റുള്ള പാവപ്പെട്ട ദേവദാസന്മാർക്ക് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഹല്ലേലൂയ സ്തോത്രം ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. എത്രയോ പേര് വടക്കേൻ്റെ പ്രദേശങ്ങളൊക്കെ ഒത്തിരി ദേവദാസന്മാർ അവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ കരങ്ങളിൽ ഇവർ വാങ്ങുന്നതിൽ എത്ര ശതമാനം അവരുടെ കരങ്ങളിൽ എത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ദൈവമക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഏതെങ്കിലും ഒരു ദേവദാസൻ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടല്ലോ, നിശ്ചയമായിട്ട് ആ ദേവദാസന്മാരെ ഹെൽപ്പ് ചെയ്യുക. അവരെ വേലയിൽ അവരെ താങ്ങുക. അവർക്ക് സ്വതമേ ദശാംശം എന്ന് പറഞ്ഞിട്ടല്ല, അല്ലാതെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ ദശാംശം എന്ന് പറയാൻ 2.5 മണിക്കൂർ സമയം എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ദൈവം നിശ്ചയമായി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.